ഈ ഉപഹാരം നല്ലവരായ ഷിറിയ നിവാസികൾക്കു വേണ്ടി സമർപ്പിക്കുമ്പോൾ അഭിമാനമുണ്ട്, ഒപ്പം ആവേശവും. ന്യൂനതകൾ മറന്ന് സ്വീകരിച്ചാലും എന്ന് റിയാസ് ഷിറിയ. സ്വന്തം നാട് എന്നത് പറഞ്ഞറിയിക്കാനാവാത്ത വികാരമാകും ഓരോ മനസ്സിനും. ഏത് കാശ്മീർ മുന്നിൽ വന്നു വിരിഞ്ഞാലും, ഏത് സ്വർഗം കൈമാടി വിളിച്ചാലും നമുക്കിഷ്ടം നമ്മുടെ നാട് മാത്രമാണ്. നാടിനെക്കുറിച്ച് പറയുവാനും അതിൻ്റെ പൊലിമ പങ്കുവയ്ക്കുവാനും 1000 നാവാണ് നമുക്കെപ്പോഴും. നാടിൻ്റെ ഓരോ തുടിപ്പും ഓരോ സ്വകാര്യ അഹങ്കാരമാവും നമ്മുടെ ഉള്ളിൽ. ആ നാടിൻ്റെ സൗന്ദര്യത്തിലേക്ക്, അതിൻ്റെ ജ്വലിച്ചു നിൽക്കുന്ന പൂർവ്വകഥകളിലേക്ക് മനസ്സിൻ്റെ മൂവി ചലിപ്പിക്കുമ്പോൾ അനുഭവിച്ചതിനേക്കാളേറെ മഹിമയും മഹത്വവും വായിച്ചെടുക്കുവാൻ കഴിയും. ഇത് ഷിറിയ. അറബിക്കടലും മധുവാഹിനി പുഴയും തലോടി നിൽക്കുന്ന പ്രകൃതി മനോഹരമായ നാട്. എഴുതിയാൽ തീരാത്ത കഥകളും പറഞ്ഞാൽ ഒതുങ്ങാത്ത പൊലിമയും ഷിറിയയുടെ അഭിമാനമാണ്. ആ നാടിൻ്റെ ഹൃദയം തൊട്ടറിഞ്ഞുള്ള ഒരു ചരിത്രാന്വേഷണ യാത്രയാണിത്. തിരമാലകൾ പാട്ടുപാടുന്ന തീരം, പച്ചപുതച്ച വയൽ, സമൃദ്ധമായ കുളങ്ങളും അമ്പലങ്ങളും കാവുകളും വറ്റാത്ത അരുവികളും, അതിൻ്റെ നടുവിലൂടെ ശാന്തമായി ഒഴുകുന്നു പുഴ. ദേശീയപാതയുടെ സാമീപ്യവും തീവണ്ടിയുടെ ചൂളം വിളികളും, ഗ്രാമത്തിൻ്റെ മഹിമയും നഗരത്തിൻ്റെ പൊലിമയും തുടിച്ചു നിൽക്കുന്ന പ്രദേശം. ഷിറിയയുടെ കഥ പറയാൻ തുടങ്ങുമ്പോൾ, ആ കാഴ്ചകളിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഹൃദയത്തിനുള്ളിലേക്ക് കുളിരി ചൊരിയുന്ന ഒരു മഞ്ഞുകാലം വിരുന്നെത്തും. ഇവിടെയാണ് പുരാതനമായ പള്ളിയും മക്ബറയും, പുഴയൊഴുകും വഴിയരികിൽ തലയുയർത്തി നിൽക്കുന്ന പള്ളിയും
ആത്മീയ സാന്ത്വനം ചൊരിയുന്ന ദർഗയും നാടിന് അഭിമാനകരമായ മേൽവിലാസമുണ്ടാക്കുന്നു. തല ഉയർത്തി നിൽക്കുന്ന മതസ്ഥാപനങ്ങളും വിദ്യാകേന്ദ്രങ്ങളും നാടിൻ്റെ അടയാളമാണ്. ഇവിടെ മാപ്പിളപ്പാട്ടിൻ്റെ ഈണവും ദഫ്മുട്ടിൻ്റെ താളവുമുണ്ട്. പരസ്പര സ്നേഹത്തിൻ്റെ സംഗീതവും മതസാഹോദര്യത്തിൻ്റെ സംഘഗാനവുമുണ്ട്. കളിയും കലയും കാർഷിക മേനിയുമെല്ലാം ഒത്തുചേർന്ന അനുഗ്രഹീതമായ നാട്. حسبي ربي جل الله 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 ما في قلبي غير الله 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 حسبي ربي جل الله 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 في قلبي غير الله 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 वतन का कौन है अल्लाह अल्लाह बादशाह वो कौन है अल्लाह अल्लाह मेहरबान वो कौन है अल्लाह अल्लाह हस्बी रब्बी जल अल्लाह 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 في قلبي غير الله 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 حسبي ربي جل الله 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 في قلبي غير الله 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 क्या ऊंची शान है अल्लाह अल्लाह उसके सब निशान है अल्लाह अल्लाह सब दिलों की जान है अल्लाह अल्लाह हस्बी रब्बी जल अल्लाह 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 في قلبي غير الله 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 حسبي ربي جل الله 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 في قلبي غير الله 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 يا رب العالمين الله الله صل على طه الأمين الله الله في كل وقف رحيم الله الله حسبي ربي جل الله 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 في قلبي غير الله 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 حسبي ربي جل الله 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 في قلبي غير الله 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 مدحت तेरी चार सू الله الله क्या हसी है. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇസ്ലാമിന്റെ പ്രബോധനത്തിനായി എത്തിയ 5 മഹാത്മാക്കളാണ് ഷിറിയയിൽ അന്തിയുറങ്ങുന്നത്. നാടിന് ആത്മീയ സാന്ത്വനം ചൊരിഞ്ഞ് ഷിറിയയുടെ മണ്ണിൽ അന്തിയുറങ്ങുന്ന 5 മഹാത്മാക്കളുടെ ചരിത്രങ്ങൾ കറാമത്തുകൾ കൊണ്ട് നിറഞ്ഞതാണ്. ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ മഹാത്മാക്കൾ ഷിറിയയിൽ എത്തി എന്നതിന് നിരവധി തെളിവുകളുമുണ്ട്. ആദ്യകാലങ്ങളിൽ തന്നെ വലിയാക്കളുടെ അനുഗ്രഹം തേടി അനേകായിരങ്ങൾ ഷിറിയയിൽ എത്തിക്കൊണ്ടിരുന്നു. പിന്നീട് ഉറൂസ് നേർച്ചയും ആരംഭിച്ചതോടെ ഷിറിയ ദർഗയുടെ പേരും പെരുമയും ഒരുപാട് ഉയർന്നു. ഇന്ന് നാനാജാതി മതസ്ഥർ ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആത്മീയതയുടെ അനുഭൂതി പകരാൻ ദർഗയിൽ എത്തുന്നവരുടെ തിരക്കാണിന്ന്. രോഗങ്ങളെ കൊണ്ട് വലയുന്നവർ, മക്കളില്ലാതെ നീറുന്നവർ, കടം കൊണ്ട് കഷ്ടത്തിലായവർ, സ്വന്തമായൊരു വീട് എന്നത് സ്വപ്നം മാത്രം ആയവർ, മക്കളെ കെട്ടിച്ചയക്കാനാവാതെ കണ്ണീർ വാർക്കുന്നവർ, പിന്നെ വിധിയുടെ ക്രൂരതയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നവർ, അങ്ങനെ ദുരിതത്തിൻ്റെ കണ്ണീർ കടലിൽ ആടിയുലയുന്ന ഓരോ മനസ്സും ഈ മഹാന്മാരെ സാക്ഷി നിർത്തി അള്ളാഹുവിനോട് കേണുകരയാൻ ഇവിടേക്ക് ഓടിയെത്തും. നിങ്ങളുടെ മനസ്സും ഇപ്പോൾ ഷിറിയയുടെ മണ്ണിലല്ലേ? ഉള്ളുരുകി ഒന്ന് കരയാൻ, ഒന്ന് സലാം ചൊല്ലാൻ നിങ്ങളുടെ മനവും വെമ്പുന്നില്ലേ? ഇസ്ലാമിന്റെ പ്രതാപം വിളിച്ചോതുന്ന വടക്കേ മലബാറിലെ ഏറ്റവും പ്രശസ്തമായ മസ്ജിദുകളിൽ ഒന്നാണ് ഷിറിയ ജുമാ മസ്ജിദ്. പുഴയൊഴുകും വഴിയരികിൽ തലയുയർത്തി നിൽക്കുന്ന ഈ പള്ളിയുടെ കഥ നാടിൻ്റെ തന്നെ കഥയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇസ്ലാമിക പ്രബോധനത്തിനായി കേരളത്തിലെത്തിയ മഹാന്മാർ സ്നേഹോപദേശങ്ങൾ കൊണ്ട് മതത്തിൻ്റെ നന്മ പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ പ്രചാരണത്തിനായി വിവിധ സ്ഥലങ്ങളിൽ പള്ളികൾ സ്ഥാപിച്ചു. അതിൽ ഒന്നായിരുന്നു ഷിറിയ ജുമാ മസ്ജിദും. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് തന്നെ ഇത് ഉയർന്നു വന്നിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു. ആദ്യകാലങ്ങളിൽ സർക്കാരിൽ നിന്ന് തസ്തിക ഇനത്തിൽ 16 രൂപ ലഭിച്ചിരുന്നുവത്രേ. അന്ന്
മൊയ്തുകുട്ടി മുസ്ലിയാറായിരുന്നു പള്ളിയുടെ മുതവല്ലി. 1956 കമ്മിറ്റിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു. അതേ വർഷം തന്നെ 10,000 സംബന്ധിച്ച സുന്നി സമ്മേളനത്തിനും ഷെറിയ സാക്ഷ്യം വഹിച്ചു. ഗുദുബി മുഹമ്മദ് മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പറവണ്ണ മൊഹീദ്ദീൻ മുസ്ലിയാർ, മഞ്ഞനാടി ഉസ്താദ്, അവറാൻ മുസ്ലിയാർ, കുഞ്ഞിക്കോയ തങ്ങൾ തുടങ്ങിയ പ്രമുഖർ എല്ലാം ആ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു. ചരിത്രത്താളുകളിൽ ഇന്നും അത് തിളങ്ങി നിൽപ്പുണ്ട്. ഷെറിയയുടെ പാവനമായ മണ്ണിനെ ഒന്നുകൂടി പവിത്രമാക്കുന്നുണ്ട് ഇവിടുത്തെ പള്ളി ദർസുകൾ. സന്ധ്യമയങ്ങുന്ന നേരങ്ങളിൽ ഇവിടെ നിന്ന് ഖുർആൻ പാരായണങ്ങളുടെ സുന്ദരമായ ശബ്ദമുയരുമ്പോൾ നാട്ടിൽ റഹ്മത്തിന്റെ കാറ്റടിച്ചു വീശും. 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഷെറിയ മൊഹീദ്ദീൻ ജുമാ മസ്ജിദിൽ ദർസ് പഠനം ആരംഭിച്ചു. അന്ന് 50ഓളം മുതഅല്ലിമീങ്ങൾ ഉണ്ടായിരുന്നുവത്രേ. ബായാർ അബ്ദുള്ള മുസ്ലിയാർ ആയിരുന്നു സ്ഥാപക മുദരീസ്. പിന്നീട് മാണിക്കോത്ത് ഉസ്താദ്, മൊഗ്രാൽ ഫലൽ ഉസ്താദ്, സുലൈമാൻ സഖാഫി ദേശാംകുളം തുടങ്ങിയ പണ്ഡിതരും ദർസ് പഠനത്തിന് നേതൃത്വം നൽകി. മതം പഠിപ്പിക്കുമ്പോഴാണ് മനുഷ്യ മനസ്സ് നന്മയിലേക്ക് നടന്നു പോകുന്നത്. മതപഠനം ഇരുലോകത്തും മനുഷ്യനെ വിജയത്തിലേക്ക് നയിക്കുന്നു. മതബോധമുള്ള സമൂഹത്തെ വളർത്തിയെടുക്കുവാനായി സ്ഥാപിതമായ ഷെറിയ മദ്രസയ്ക്ക് വിജയത്തിന്റെ കഥകൾ മാത്രമാണ് പറയാനുള്ളത്. 1954 ഷെറിയ മൊഹീദ്ദീൻ ജുമാ മസ്ജിദിന്റെ കീഴിൽ സലാമത്തുൽ ഇസ്ലാം മദ്രസ സ്ഥാപിതമായത്. ആദ്യം ഓലമേഞ്ഞതായിരുന്നു മദ്രസ. പിന്നീട് ഓടിട്ട കെട്ടിടത്തിലേക്ക് മാറുകയും ഒടുവിൽ 2 നില കോൺക്രീറ്റ് കെട്ടിടമായി ഉയരുകയും ചെയ്തു. ഇന്ന് 250ഓളം കുട്ടികളാണ് ഇവിടെ ആത്മീയ വിദ്യാദാനത്തിന്റെ മധുരം നുണയുന്നത്. അച്ചടക്കമുള്ള വിദ്യാർത്ഥികളും ആത്മീയതയുടെ അന്തരീക്ഷവും നാടിന്റെ നല്ല മുഖങ്ങളിൽ ഒന്നാണ്. നീണ്ടുപോകുന്ന ഈ ദേശീയപാത കണ്ടില്ലേ? ഗ്രാമീണതയുടെ മനോഹാരിതയിൽ നിന്നും ഇത് ഷെറിയയെ നഗരത്തിന്റെ ആഴക്കടലിലേക്ക് കൊണ്ടുപോകുന്നു. ചീറിപ്പായുന്ന വാഹനങ്ങളും ആധുനിക സുഖസൗകര്യങ്ങളും ഹൈവേയുടെ സമ്മാനമാണ്. തീവണ്ടിപ്പാളം നാടിന്റെ സുന്ദര കാഴ്ചകളിലൊന്നാണ്. വണ്ടികൾ ചൂളം വിളിച്ചു പായുമ്പോൾ നാട്ടുകാർക്കത് ഒരു ഗൃഹാതുരത്വമാണ്. നമ്മുടെ എംപിമാരും മന്ത്രിമാരുമെല്ലാം നമ്മുടെ ആവശ്യം നേടിയെടുക്കുവാൻ ഇതുവഴി ഡൽഹിക്ക് പോകും. മെയിൻ റോഡും റെയിൽ പാളവും ഒന്നാവുന്ന ദിക്കിൽ ഒരു ഭയവും ഒളിഞ്ഞിരിപ്പുണ്ട്. മേൽപ്പാലമില്ലാത്തതു കാരണം നിരവധി ജീവൻ പൊലിഞ്ഞുപോയതും നടുക്കുന്ന ഓർമ്മകളിലൊന്നാണ്. നടന്നു നടന്ന് വഴികൾ തീരുമ്പോഴും നാടിൻ്റെ കഥകൾ പറഞ്ഞു തീരുന്നില്ല. എങ്കിലും ചരിത്രം തേടിയുള്ള ഞങ്ങളുടെ ചെറിയ യാത്ര ഇവിടെ പൂർണ്ണമാവുന്നു. ഒടുവിൽ അവസാനിക്കുന്നില്ല. എഴുതപ്പെടാത്ത വിസ്മയാധ്യായങ്ങൾ ഇനിയും അവശേഷിക്കുന്നു. സഹകരിച്ചവർക്ക് വരണ്ട തൂലികത്തുമ്പുകൊണ്ടല്ല, ആത്മാവിൽ തൂമ്പിയ പൂമൊട്ടുകൊണ്ട് സ്നേഹത്തോടെ നന്ദി കുറിക്കുന്നു. ഈ വിവരണങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ എത്തിച്ചത് നിങ്ങളുടെ സ്വന്തം റിയാസ് ഷെറിയ.